الرحمن الرحيم إن لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة واتخذوا صالح الأعمال فيها سفنا. പ്രിയപ്പെട്ട ഉസ്താദുമാർ, അതേപോലെ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ, ഇന്ന് ഈ ഫിദാക്ക് 5.0 ഈ വേദിയിൽ വെച്ചിട്ട് ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് രണ്ട് പൽക്ക് ചൊന്നാൻ ഇപ്പാട്ട് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിന്റെ സൗന്ദര്യം ചൊല്ലുമ്പോ എന്തായിട്ടിക്കറേ ഇസ്ലാം അതിനക്ക് മുന്നോൽ കൊന്തു വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാം തങ്ങളായിട്ട് തുടങ്ങിയിട്ട് അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പൂർത്തിയാക്കിയ ഒരു സന്ദേശമായിട്ട് ഇക്കറി ഇസ്ലാം. ഈ ഇസ്ലാമായിട്ട് ഇക്കറി യഥാർത്ഥമായ മതം ചൊല്ലതില് ഏതൊരു സംശയം നമുക്ക് വേണ്ട. അതാ അല്ലാഹു തആല തന്റെ ഖുർആനിൽ ചൊല്ലുല്ലേ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുടെ മുട്ട സ്വീകാര്യമുള്ള മത ചൊന്നുണ്ടായെങ്കിൽ അത് ഇസ്ലാം മതായിട്ടിക്കട്. അല്ലാഹുടെ മുട്ട സ്വീകാര്യമുള്ള മത ചൊന്നുണ്ടായെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമായിട്ടിക്കര്. ഇസ്ലാം അല്ലാത്ത ഒരു മതവും അല്ലാഹുടെ അടുക്കൽ സ്വീകാര്യത ഉള്ളതല്ല. ഈ ഇസ്ലാം ഉണ്ടല്ലേ, ഒരു മനുഷ്യനക്ക് ബുദ്ധിമുട്ടാവുടെ രൂപത്തില്, ഒരു മനുഷ്യനക്ക് ഭംഗാവുടെ രൂപത്തില്, ഒരു മനുഷ്യനക്ക് കഷ്ടാവുടെ രൂപത്തില് ഒരു കൽപ്പന ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ എല്ലാ കൽപ്പന ചൊല്ലത് അത് ഈസി ആയിട്ടിക്കറ, അത് സുലഭത്തിലായിട്ടിക്കറ ഇസ്ലാം കൽപ്പിച്ചരേ. അതല്ലേ അല്ലാഹു തആല തന്റെ ഖുർആനിൽ ചൊല്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിലല്ല ബലത്കാരമില്ല. മാത്രമല്ല ഈ ഇസ്ലാം എല്ലാ വിഷയത്തിൽ പരിപൂർണതയാണ്. ഏത് വിഷയത്തിൽ ഇസ്ലാം ഒരു പരിഹാരമായിട്ടിക്കട്, ഏത് ഓരോ വിഷയം ഇസ്ലാം നമുക്ക് പടിപാടിത്തണ്ട്. അതല്ലേ അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ നാൾ ഞാൻ എനിക്ക് ഇസ്ലാം ദീനിടെ ഞാൻ എനിക്ക് പരിപൂർണമാക്കി തന്ന. മാത്രമല്ല നന്റെ നിയമത്തെ ഞാൻ എനിക്ക് പൂർത്തിയാക്കി തന്ന. അതും മാത്രമല്ല ഈ ഇസ്ലാം ദീനിടെ ഇസ്ലാമിന് ഞാൻ എനിക്ക് ദീനായിട്ട് ഞാൻ തൃപ്തിപ്പെട്ട. ഇസ്ലാം ഞാൻ എനിക്ക് ദീനായിട്ട് തൃപ്തിപ്പെട്ട. അത്രയും പരിപൂർണമായിട്ട് ഇസ്ലാം നമുക്ക് പടിപാട്ടേ. ഇനി ഇസ്ലാമിന്റെ സൗന്ദര്യം ഉണ്ടല്ലേ, ആ വിഷയത്തിൽ ചൊല്ലാത്ത കുറെ വിഷയം ഉണ്ടോ. നിങ്ങൾ എപ്പോഴും നോക്കറോ, ഞങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്ന നിസ്കാരം ഇല്ലേ, ഞങ്ങൾ വർഷത്തിലാക്കറ ഹജ്ജില്ലേ, ഞങ്ങൾ നിസ്കരിക്കുന്ന ജുമാ നിസ്കാരം ഇല്ലേ. അതിലെല്ലാം നിങ്ങൾ നോക്കറോ, ഏത് വലിയ പൈസക്കാരാവട്ടെ, ഏത് ചെറിയ പാവത്തവനാവട്ടെ, എത്ര കറുത്തവനാവട്ടെ, ഏത് വെളുത്തവനാവട്ടെ, എല്ലാരും സമമാ. ഇസ്ലാമിൽ ജാതിഭേദമില്ല, ഇസ്ലാമിൽ വർണ്ണഭേദമില്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. അല്ലാഹു തആല ചൊല്ലുല്ലേ, ഈ മുഅ്മിനീങ്ങളെല്ലാം പരസ്പര സഹോദരന്മാരായിട്ടിക്കട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനെ ചൊന്നനെ കേട്ടിട്ടില്ലേ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനീന കൽ ബുനിയാൻ. ഒരു മുഅ്മിന് പിന്നെ ഒരു മുഅ്മിനിന് കൽ ബുനിയാൻ, ഒരു കട്ടണം പോലെ ആയിട്ടിക്കതായിട്ട്, ഒരു ബിൽഡിംഗ് പോലെ ആയിട്ടിക്കട്. നിങ്ങൾ നോക്കറോ, ഒരു ബിൽഡിംഗ് പോലെ ആയിട്ടിക്കര്. നിങ്ങൾ നോക്കറോ, ഒരു ബിൽഡിംഗ് എടുത്തിട്ടായെങ്കിൽ ആ ബിൽഡിംഗില് 4 കല്ലുണ്ടായെങ്കും അല്ലെങ്കിൽ ആ 4 സിമെന്റിനുണ്ടായെങ്കിൽ ആ ബിൽഡിംഗ് പൂർത്തിയാവില്ല. അതിരൊട്ടിക്ക് സിമെന്റും വേണം, കല്ലും വേണം, ഇരുമ്പും വേണം. അതേപോലെ ചില ആൾമാർ അതാണ് ശക്തിപ്പെടുത്താർ, പൈസ ഉള്ള ആൾമാർ പാവത്തങ്ക് കൊടുത്തു ശക്തിപ്പെടുത്താർ. അത്രയും നല്ല സുന്ദരമായ മതമല്ലേ ഇസ്ലാം. ഇനി അതാ ഇസ്ലാം എപ്പോഴും അതാ അക്രമത്തെ വിഷയം പറയുമ്പോ ഇസ്ലാം അക്രമത്തിക്ക് സപ്പോർട്ടില്ല.
അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലില്ലേ, ഇന്നല്ലാഹ യഅമുറു ബിൽ-അദ്ലി വൽ-ഇഹ്സാൻ. അല്ലാഹു തആല ചൊല്ലില്ലേ, അല്ലാഹു തആല അതാ എപ്പോഴും നീതി കൊണ്ടിട്ട് നല്ലത് കൊണ്ടാണ് കൽപ്പിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലില്ലേ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു പരിപൂർണമായ മുസ്ലിം ആവണുണ്ടായെങ്കിൽ, ഒരു മുസ്ലിം പരിപൂർണ ആവണുണ്ടായെങ്കിൽ അതാവണ്ട് പിന്നെ ഒരു മുസ്ലിമുക്ക് അവന്റെ കൈ കൊണ്ടിട്ടാ അവന്റെ നാവ് കൊണ്ടിട്ടാ എപ്പായിട്ട് അവന് രക്ഷപ്പെട്ടേ, എപ്പായിട്ട് അവന് തൊട്ട് ഉനക്ക് എപ്പോഴും രക്ഷയിക്കടേ. അപ്പോഴാണ് അവന് പരിപൂർണ മുസ്ലിം അവിടെ ചെന്നിട്ടു ഇസ്ലാം കൽപ്പിക്കില്ലേ. മാത്രമല്ല ഇസ്ലാം എത്രത്തോളം ശാന്തി ചെന്നിട്ടായെങ്കിൽ അതാ യുദ്ധത്തിൽ പോകുമ്പോ പോലെ ഇസ്ലാം കൽപ്പിച്ചോ ഇന്നത്. അവിടെയുള്ള മക്കളെ നിങ്ങൾ തൊടണ്ട, അവിടെ ഉള്ള വയസ്സന്മാരെ നിങ്ങൾ തൊടണ്ട, അവിടെ ഉള്ള പെണ്ണുങ്ങന്മാരെ നിങ്ങൾ തൊടണ്ട. ആരെ ബാക്കിൽ പോയിട്ട് നിങ്ങൾ യുദ്ധാക്കുക നിങ്ങൾ നിൽക്കണ്ട. നിങ്ങളെ എതിർ ആറായിട്ട് യുദ്ധാക്കുക പണ്ടേ അങ്ങോട്ട് മാത്രമാണ് നിങ്ങൾ യുദ്ധാക്കാനായിട്ട് ചെന്നിട്ടു. യുദ്ധത്തിൽ പോകുമ്പോൾ പോലും ഇസ്ലാം കൽപ്പിച്ച അതായി ചെന്നിട്ടാങ്ക് ഇസ്ലാമിലുള്ള സൗന്ദര്യം എത്രേ ചെന്നിട്ടു ഞങ്ങളെല്ലാം മനസ്സിലാക്കണം ചങ്ങായിമാരെ. പിന്നെ ഇസ്ലാം അതാ ത്വഹാറത്തുക്ക് ഇസ്ലാം എപ്പോഴും ശുദ്ധിക്ക് മഹത്വം കൊടുക്കുന്ന ധർമ്മമാണ്. അല്ലാഹു തആല തന്റെ ഖുർആനിൽ ചൊല്ലില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തആല അതാ എപ്പോഴും തൗബ ആക്രാൽമാരെ പിടിച്ചോണ്ടോ. മാത്രമല്ല വയുഹിബ്ബുൽ മുതതഹിരീൻ, എപ്പോഴും ക്ലീൻ ഉള്ള ആൽമാർ, മനസ്സിൽ മാത്രമല്ല ക്ലീന്. ഇത്ര ചെന്നിട്ടുണ്ട് എൻ്റെ പൽക്കന്നിന് പാടുക. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിഷയ ആധുനിക കാലത്തില് ഹദീസിലെ മഹത്വ. ആധുനിക കാലത്തില് ഹദീസിലെ മഹത്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം അജ്മഈൻ. ഫഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. പ്രിയസത്തനുണ്ടോ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദത്തിൽ കേട്ടോളണിക്കത്തുന്നുണ്ടോ ചെങ്ങായിമാരെ. ആധുനിക കാലത്തേക്ക് ഹദീസിന്റെ മഹത്വ. ഈ കാലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ 1400 വർഷം മുന്നോളൂ ഈ ലോകത്തിൽ എന്തിനെ ചൊന്നിട്ട് പോയിര് അത് ഈ കാലത്തേക്ക് എങ്ങനെ അൻവയ ആയോണ്ടുണ്ടോ ചൊല്ലുടെ വിഷയമായിട്ട് ഹദീസിന്റെ മഹത്വ. ആധുനിക കാലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഓരോ വിഷയത്തെയും ചൊന്നുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ട് അല്ലാഹു അവന്റെ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ ചൊല്ലേ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് ഒരു റോൾ മോഡലായിട്ടിക്കര്, നല്ല ഒരു തെരുവായിട്ടിക്കര്, നല്ല ഒരു നിങ്ങൾക്ക് കാണ്ടണിക്കത്ത ഒരു നല്ല ഒരു ഗുരുവായിട്ടിക്കര്. ഉസ്വത്തുൻ ഹസന, നല്ലൊരു റോൾ മോഡലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടോ. ഖുർആനിലുണ്ട് അല്ലാഹു അവന്റെ ഖുർആനിലെ ചൊല്ലുടെ വിഷയമായിട്ടിക്കര് ഒരു കുടുംബത്തെ ഇടയിൽ എങ്ങനെ വേണോ, ഒരു കുടുംബത്തെ ആൽമാരൊട്ടിക എങ്ങനെ വേണോ, ഒരു കുടുംബത്തെ ആൽമാരൊട്ടിക എങ്ങനെ പൽക്ക പറയണോ, പല്യങ്ങളെ കാണുമ്പോ എങ്ങനെ ഇക്കണോ, ചെറിയങ്ങളൊട്ടിക എങ്ങനെ വേണോ, ഉസ്താദുമാരൊട്ടിക മക്കന്മാരൊട്ടിക എങ്ങനെ വേണ്ടോ, എല്ലാ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു മനുഷ്യ ജാവ് എങ്ങനെ വേണോ,
അവന് ഉറങ്ങിയ പിന്നെ സുബഹിക്ക് എണിക്കുമ്പോ ഒരു മനുഷ്യ അവന്റെ സുബഹിക്ക് എണിക്കുമ്പോ അവന് എന്തെല്ലാം കാര്യത്തെ ആക്കുന്നുണ്ടോ അവന്റെ അതാ നബി തങ്ങ പടിപാട്ടി പോയിരേ നിങ്ങനെ ഒരു മനുഷ്യ വീണുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നുറോ അതായിട്ട് കിരണങ്ങ് കാണുകൊള്ളേ സുബഹിക്ക് എണിച്ചപ്പാ ഏതൊരു വ്യക്തി സുബഹിക്ക് എണിച്ചപ്പാ അവന്റെ കയ്യില് പോയിട്ട് അതാ തണ്ണിക്ക് മുക്കുകുത്തീറാ അതുക്ക് മുന്നലായിട്ട് 3 പട്ട കൽകൊണ്ടുണ്ടോ ഹദീസുണ്ടോ കാരണം എന്തിനേണ്ട് സ്വഹാബിങ്ങ കേട്ടപ്പാ ലാ യദ്രി ഐന ബാത്തത് യദുഹു കാരണം അവന്റെ കൈ ഓടകല്ല പോയിട്ടില്ല ഓടക പോയിട്ട് അവനക്ക് കൊന്തിക്കില്ല അക്കാരണത്തിക്ക് പേനായിട്ടിക്കറേ അവന് സുബഹിക്ക് എണിച്ചപ്പാ അവന്റെ കയ്യിലെ കൽകൊണ്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പലകായിട്ടിക്കറേ പിന്നെ ടോയ്ലറ്റിക്ക് പോണ്ട ടോയ്ലറ്റ് പോയപ്പാ അതാ എടുത്ത ഭാഗത്തേക്ക് ചെരിഞ്ഞ് വെച്ചിട്ട് എടുത്ത കാല് കൊണ്ട് പ്രവേശിച്ചിട്ട് അവിടെ പോയിട്ട് അതാ ദൈക്കൊണ്ടു റസൂലുള്ള ചൊല്ലു അതാ മൂത്രബീത്തണോ അതാ നിണ്ടിട്ട് മൂത്രബീത്തൊക്കെ തീരാ നിണ്ടിട്ട് നിങ്ങ മൂത്രബീത്തേണ്ട എങ്കിൽ നിങ്ങളെ മൂത്രത്തിലുള്ള ഒരു ഭാഗം അതാ സക്കറില് ബാക്കിയായിട്ട് ആ ഭാഗത്തിൽ ക്യാൻസർ പിറകു സാധ്യത ഉണ്ടോ നിണ്ടിട്ട് നിങ്ങ മൂത്രബീത്തൊക്കെ തീരാ മുഹമ്മദുർ റസൂലുള്ളാഹ് നഹാ അനിൽ ബൗലി ഖായിമാ നിങ്ങ നിണ്ടിട്ട് മൂത്രബീത്തൊക്കെ തീരാ ഒരിക്കലും തീരാ ഇത് ഹദീസായിട്ടിക്കറ് പിന്നെ ഞങ്ങ അതാ ബ്രഷാക്കൊക്കെ പോണ്ട ബ്രഷാക്കൊക്കെ പോകുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ബ്രഷാക്കൊക്കെ പോണ്ട ടൈമുളോ അസ്സിവാഖു മത്ഹറത്തുൽ ഫമീ മറളാത്തുൽ റബ്ബി നിങ്ങളെ ബായിരെ ക്ലീൻ ആക്കറോ അത് അല്ലാഹുക്ക് ചുമ്മ ഇഷ്ടമുള്ള പിസയായിട്ടിക്കറ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതാ ബ്രഷാക്കണോ ബ്രഷാക്കരത്തിന് ഉപകാര നബി തങ്ങ ചൊന്നോണ്ടുണ്ടോ ബ്രഷാക്കര കാരണത്തിൽ അവന്റെ ബുദ്ധിശക്തി ജാസ്തിയാവടോ രണ്ടാമതായിട്ട് നബി തങ്ങ ചൊല്ലു അവന്റെ അതാ ആഫിയത്ത് കൂടുതൽ മൂന്നാമതായിട്ട് ചൊല്ലേ ഉത്സാഹത്തിൽ ജീവിത നയിക്കുക സാധ്യമുണ്ടോ മുഅ്മിനീങ്ങളെ ഞങ്ങൾ ശ്രദ്ധയില്ലാണ്ട് ഉറപ്പിച്ച് ആക്കി പോയോണ്ടുള്ള എന്തിരെ കൊന്തുണ്ടാ അത് എന്തിരെ ചൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പുക്ക് പോയെങ്കിൽ ഞങ്ങൾ നിണ്ടിട്ട് തണ്ണി കുടിക്കറാ നിണ്ടിട്ട് ജ്യൂസ് കുടിക്കറാ ഈ വിഷയത്തെ കേട്ടപ്പാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു നഹാ അനിശ്റുബി ഖായിമാ അനിശ്റുബി ഖായിമാ മുസ്ലിം 2024 ഹദീസായിട്ട് നിണ്ടിട്ട് തണ്ണി കുടിക്കോ തീരളാ നിണ്ടിട്ട് തണ്ണി കുടിച്ചേണ്ടായെങ്കിൽ അവന്റെ കിഡ്നിക്ക് വലിയ എഫക്റ്റ് ഉണ്ടോ അവന്റെ അതാ ഹാർട്ടിക്ക് വലിയ എഫക്റ്റ് ഉണ്ടോ അവന്റെ അതാ കരളുക്ക് വലിയ എഫക്റ്റ് ഉണ്ടോ അതുകൊണ്ട് നിണ്ടിട്ട് തണ്ണി കുടിക്കോ തീരാ നിങ്ങ തെച്ചിട്ടേ തണ്ണി കുടിക്കണുണ്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊങ്ങുറോ പിന്നെ ഖുർആനിൽ ചൊല്ലെ ഹൗലൈനി കാമിലൈനി 2 വർഷം പൂർത്തിയായിട്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മുലക്കുടി പാട്ടണോ ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു എന്തിരെ കൊന്തുണ്ടാ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 2 വർഷം പൂർത്തിയായിട്ട് മുല കൊടുത്തില്ലെങ്കിൽ ആ മുലരെ ഭാഗത്തിൽ ചോരയും പാളും മിക്സ് ആയിട്ട് നിങ്ങളെ എതിരെ ആ നെഞ്ഞിര ഭാഗത്തിൽ ക്യാൻസർ ഉണ്ടാവുകയുള്ള സാധ്യതയുണ്ടോ അതുകൊണ്ട് 2 വർഷം പൂർത്തിയായിട്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മുലക്കുടി പാട്ടണോ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന ഫലക്കായിട്ട് മുഅ്മിനീങ്ങളെ ഇങ്ങനെ ചൊന്ന വിഷയത്തെ ചൊന്നറോ മണ്ണിരെ അതാ നായി ഓടെങ്കിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങ അതാ കൽകുമ്പോ മണ്ണിട്ട് കൽകുന്നുണ്ട് റസൂലുള്ളാഹി ചൊന്നറോ ഇപ്പത്തെ കാലത്ത് ശാസ്ത്ര അതർ വിഷയത്തിൽ വിസ്തരിച്ചുകൊണ്ടുണ്ടോ മണ്ണ് അതാ ഏതൊരു നജസരെയും ക്ലീൻ ആക്കുള്ള ഒന്നായിട്ട് നബി തങ്ങ ഇത് 1400 വർഷം മുന്നലേ ഞങ്ങൾക്ക് തെരിപ്പാട്ടി പോയിരേ എല്ലാ വിഷയത്തെയും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനക്ക് ചൊന്നു പോയിടേ പിന്നെ ഞങ്ങൾ നോക്കുള്ളേ ഇത്ര ചൊന്നിട്ടുണ്ട് പല കഥനെ പാട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا منهم أمة يهدون بأمرنا لما صبروا وكانوا بآياتنا يوقنون صدق الله العلي العظيم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاري وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني ബഹുമാനമുള്ള ഉസ്താദുമാർ ചങ്ങായിമാർ ഇവിടെ കൂടിയോ മുഅ്മിൻ മുഅ്മിനാത്തുങ്ങ ನಾನು ಆಮುಗ ಎಂದು ನೀಟಾಂಟ ಡೈರೆಕ್ಟ್ ವಿಷಯಕ್ಕೆ ಕಡ್ಕರ ನಕ್ಕೆ ಕಿಟ್ಟಿಯೋ ವಿಷಯ ದೀನಿಗೆ ಬೇನಾಯಿಟ್ಟು ತ್ಯಾಗ ಸಹಿಸೋ ಮಹಾನ್ಮಾರ್ ಆಲಿಮಿಂಗ ദീനിക ബേനായിട്ട് ത്യാഗ സഹിച്ചു ആലിമീങ് ആണ്ട് ചൊല്ലുമ്പോ ഫസ്റ്റ് ഞങ്ങൾ അർത്ഥാക്കണോ മനസ്സിലാക്കണോ വിഷയ ആലിമീങ് ആണ്ട് ചെന്നെങ്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്റെ ഖുർആനിൽ ചൊല്ലാ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ആലിമീങ്ങാണ്ട് ചെന്നെങ്ക് അങ്ങ് അള്ളാഹുടെ പേടിച്ചിട്ട് ദുനിയാവില് ജീവിച്ചങ്ങായിട്ടിക്കറാറ് അള്ളാഹു എന്തിരെ കൽപ്പനാക്കിയാന അതുപോലെ ജീവിച്ചു ആൽമാറായിട്ടിക്കറാറ് ആലിമീങ്ങാണ്ട് ചെന്നെങ്ക് അതല്ലേ ഹബീബ് തങ്ങ ചൊന്നറോ അൽ ഉലമാ വറസത്തുൽ അംബിയാ ആലിമീങ്ങാണ്ട് ചെന്നെങ്ക് അങ്ങ് അംബിയാക്കന്മാരെ വാരിസിങ്ങായിട്ടിക്കറാറ് അങ്ങ് അംബിയാക്കന്മാരെ അനന്തരവസത്വായിട്ടിക്കറാറുണ്ട് ഹബീബുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു അൽ ഉലമാഉ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ നണ്ടോ ഉമ്മത്തിങ്ങളുള്ളോ പണ്ഡിത ശിരോമണിങ്ങ നണ്ടോ ഉമ്മത്തിങ്ങളുള്ളോ ആലിമിങ്ങ അങ്ങ ബനു ഇസ്രായേലുള്ള നേതാക്കന്മാർക്ക് സമാന്റ് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു എന്തേ കാരണ ചൊല്ലുകൊള്ള കാരണ എന്ത് ഗൊಂತುಂಡ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സജ്ദയിൽ ചൊല്ലടാ അതല്ലേ ನಾನು മുന്നോല ഓതി വെച്ചോ എന്തിര അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു ബനു ഇസ്രായേൽ നിന്നിട്ട് ഞങ്ങൾ ചൊമ്മ അമ്പിയാക്കന്മാരെ ഞങ്ങൾ ഉണ്ടാക്കിറ ബനു ഇസ്രായേൽ ചൊമ്മ നേതാക്കന്മാരെ ഞങ്ങൾ തിരഞ്ഞെടുത്തിറ വെറുതെയല്ല ഞങ്ങൾ തിരഞ്ഞെടുത്തറോ ನಾನು എന്തിര കൽപ്പിച്ചിര ഞങ്ങൾ എന്തിര കൽപ്പന ആക്കിറ അതുപോലെ അങ്ങ് ജീവിച്ചാറ് അതുപോലെ അങ്ങ് ലൈഫ് അങ്ങ് കൊണ്ടു നടന്നാറ് അങ്ങ് ദീനൊരു വിഷയത്തിൽ അങ്ങ് ബച്ചൽ കാട്ടിട്ടില്ല അങ്ങ് ഉഷാറിലാണ്ടാകുമ്പോ അങ്ങ് മുണ്ട തെച്ചിട്ടില്ല എല്ലാ വിഷയത്തിലും ഞങ്ങളുള്ള ചെന്ത് മുന്നോട്ട് വന്നാറ് ಅದಕ್ಕೆ ಬೇನಾയിട്ടായിട്ടിക്കർ ഞങ്ങൾ കത്തിര വലിയ സ്ഥാനം കൊടുക്കുക ഉണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലടാ ഈ ആയത്തും ഈ ഹദീസിനെ തുലനയാക്കിയിട്ട് ഇസ്മായിൽ ഹഖീർ റളിയല്ലാഹു അൻഹു ചൊല്ലു അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ഈ ഉമ്മത്തിങ്ങളെ നയിക്കുകയായിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ ലീഡേഴ്സ്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയ്ക്കയാക്കിറ ഞങ്ങൾ ജീവിച്ചോണ്ടുല്ലോ ഈ കാലത്തില് ഞങ്ങൾ ജീവിച്ചോണ്ടുല്ലോ ഇപ്പത്തെ കാലത്തില് അങ്ങനത്തോര അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തോര ആലിമിരെ നിയമക്ക് ആക്കിട്ടിന്നെങ്കിൽ അത് ശൈഖുന എ.പി. ഉസ്താദല്ലേ 85 വർഷം കഴിഞ്ഞിട്ട് ഔത്തു ദൈക്കനായ ആള് ഇപ്പം ദീനക ബേനായിട്ട് ജാവും പോലും നോക്കാണ്ട എപ്പോഴും ദീനക ബേനായിട്ട് ത്യാഗാക്കിയുള്ള ആള് എന്തുകായിട്ട് എ.പി. ഉസ്താദ് ത്യാഗാക്കിയുണ്ടല്ലോ അല്ലാഹുര ദീന കിയാമത്ത് നാളത്തോളം നിലനിൽക്കണോ അല്ലാഹുര ദീന കിയാമത്ത് നാളത്തോളം ഇങ്ങനെ കൊണ്ടു നടക്കണോ ഉള്ള ഉദ്ദേശത്തില് അങ്ങനെ വയസ്സിലെ ദീനിൽ നോക്കിയിട്ടില്ല അങ്ങനെ ലൈഫ് ഫുൾ അങ്ങ് ദീനക ബേനായിട്ട് ത്യാഗാക്കിയാറ് നോക്കൊരു ചെങ്ങൈമാരെ ഞങ്ങൾ സുബൈക്ക് എണിക്കുമ്പോ ഞങ്ങൾ ദിക്രങ്ങ ചെല്ലട ഞങ്ങൾ ഉളുവാക്കിറ ഉളുൽ ഞങ്ങൾ പാലിക്കണോ യാതപ്പങ്ങ ഞങ്ങൾ പാലിക്കറ അവിടെ ചെല്ലണായ ദിക്ര ഞങ്ങൾ ചെല്ലട ഇതെല്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്ന ഒരു ആളുണ്ട്
ആളുണ്ടോ? ഇതെല്ലാം നമുക്ക് പഠിപ്പാട്ടി തന്നൊരു മഹാനുണ്ടോ? അതല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഫലസ്തീന്റെ ഗാസത്തിൽ ജനിച്ചെങ്കെത്തോ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 54 വയസ്സ് ജീവിച്ചിറോ. ആ 54 വർഷത്തില് ദുനിയാവുറ മുക്ക് മൂലകും അയാളുടെ ഇൽമ കൊണ്ട് അയാൾ എത്തുപാട്ടിറ്. അതല്ലേ ഹബീബ് തങ്ങ മരിക്കർ മുന്നോള് ചൊന്നു പോയോ. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. നിങ്ങ ഖുറൈശി പണ്ഡിതന്മാരെ, ഖുറൈശിലെ ആലിമീങ്ങളെ നിങ്ങ ബഹുമാനിക്കറോ. എന്തേ അങ്ങനെ ചൊല്ലോ? കാരണ ഖുറൈശി ഗോത്രത്തിൽ നിന്നിട്ട് ഒരു ആലിം പറകുണ്ടു, ഒരു പണ്ഡിത പറകുണ്ടു. അയാളുടെ ഇൽമ കൊണ്ടിട്ടു ദുനിയാവുറ മൂലകും അയാൾ ഇൽമ കൊണ്ടിട്ട് അയാൾ നൊരിപ്പാട്ടിട്ട് ശഫീഉൽ വറാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു, നന്റെ ജീവിതത്തില് നന്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ആലിമരെ ഞാൻ കണ്ടിട്ടില്ലാണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ ഷാഫി ഇമാം ദീനിಗೆ ಬೇನಾയിട്ട് ಬಂದು ತ್ಯಾಗ ಎತ್ತರಾയിട്ടിಕ್ಕೋ. ഷാഫി ഇമാം ദീനിಗೆ ಬೇನಾയിട്ട് ಬಂದು ಕಷ್ಟ ಹೆಂಗಂತದಾയിട്ടിಕ್ಕೋ. മാലിക് ഇമാമൊരൊട്ടിಗೆ ഷാഫി ഇമാം പഠിക്ക പോകുമ്പോ 13-ാമത്തെ വർഷത്തിൽ പോയിടോ. എങ്ങനെ പോയിടോ? മാലിക് ഇമാം രചിച്ചെന്തോ മുഅത്ത കിതാബ് പഠിച്ചിട്ടായിട്ട് ഇക്കറ് പോയിടോ. അങ്ങനെ മാലിക് ഇമാം ರೊಟ್ಟಿಗೆ ഒരു ವರ್ಷ പഠിച്ചിട്ടാകുമ്പോ 14 വയസ്സാകുമ്പോ മാലിക് ഇമാം ചൊല്ലു, ഓ 14 വയസ്സത്തെ മോനെ, നീന് നിക്കേന ഈ ദീനിൽ നിക്കേന ഫത്വ കൊടുക്കാണ്ട് മാലിക് ഇമാം ഷാഫി ഇമാം ರೊಟ್ಟಿಗೆ ചൊല്ലണം ഉണ്ടായെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത്ര ചൊന്നിട്ടു നിന്റെ പലകത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. പ്രസത്ത ഉസ്താദുമാർ, അതേപോലെ പലക്കെ കേട്ടോണ്ടുള്ള എനിക്ക് മുത്തഅല്ലിം ചങ്ങായിമാരും, ആമുഖന്തും ചൊല്ലാണ്ട് കുടുംബജീവിതത്തിൽ മാതരിയായ മുത്തുനബീച്ചളുടെ പേരിൽ ഒന്ന് രണ്ട് പൽക്കറിയുക ഞാൻ ഉദ്ദേശിക്കട. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആധുനിക ലോകത്ത് ഇസ്ലാം പല എതിർപ്പും നേരിട്ടുണ്ടോ? ഈ ഇസ്ലാം എന്തിനായിട്ട് നമുക്ക് പഠിപ്പാടി തന്നെ എനിക്കെത്തി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരായിട്ട് പല ആരോപങ്ങളും കേട്ടുപറമ്പത്തുകയും പ്രത്യേകിച്ച് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബജീവിതത്തെ കുറിച്ചിട്ട് ഒരു കൂട്ടം ചർച്ചാക്കുമ്പത്തുകയും ഉമ്മത്തീങ്ങളായ ഞങ്ങളെ വലിയൊരു ബാധ്യത ഇടിക്കട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബജീവിതത്തെ, ഹബീബായ മുത്തുനബി തങ്ങളെ ജീവിതത്തെ ഈ ലോകത്തെ മുന്നോട്ട് തുറന്നു കൊടുക്കരുതോ. മുഅ്മിനീങ്ങളായ ഞങ്ങളെ വലിയ ബാധ്യത ഇട്ടിക്കട്. മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബജീവിതത്തെ കുറിച്ച് ചൊല്ലുമ്പോ, അതാ ഹബീബായ മുത്തുനബി തങ്ങളെ കുടുംബജീവിതത്തെ കുറിച്ച് ചൊല്ലുമ്പോ ആയിഷ ബീവി ചൊല്ലത് കണ്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അടുപ്പുകരൽ പെഞ്ഞായിമാർക്ക് സഹായിച്ചു കൊടുത്തോ ഇന്ത്. അതേപോലെ ആട്ടിന്റെ പാലെടുക്കുകയോണ്ടിന്ത്, ചെറുപ്പ് തുന്നിയോ ഇന്ത്. മുഅ്മിനീങ്ങളെ അറുകുന്നുണ്ടാ, ഏഴാണാകാശം അപ്ര പോയിട്ട് ലൗഹുൽ മഹ്ഫൂദ് കണ്ടിട്ട് അല്ലാഹുരൊട്ടിಗೆ മുണ്ടി വന്നെനിക്കത്തെ ലീഡർ ഔത്തു നല്ല ഒരു മാപ്ലൈറ്റാണ് തങ്ങ ജീവിച്ചോ ഇന്ന്. ഇണ്ട് നിങ്ങൾ നോക്കൂ, ഇമാമുന ഷൗക്കാനി തങ്ങളെ നൈലുൽ ഔത്താർ ചെല്ലുടെ കിതാബുൽ ചെല്ലത് കണ്ട് ഇണ്ട് ചില ആലുമാറുള്ള രായത്തിൽ ഭാരി ബെല്ലനല്ലോണം, രായത്തിൽ ഭാരി ബെല്ല ഉഷാർ. പക്ഷേ
കുടുംബത്തിൽ അവന്റെ കൊണ്ട് യാതൊരു സമാധാനമില്ല. കുടുംബത്തെ നോക്കിയും ഗലാട്ട. അതാ നിങ്ങൾ കണ്ണെടുത്തുള്ളൊരു ഗാഥമാത്തു കേട്ടില്ലേ? മനಗೆ മാറി ഊರಿಗೆ ಉಪಕಾರಿ ചെന്നിട്ടോ അങ്ങനെ റായത്ത് ഉപ്പകാരിയായിട്ട് കുടുംബത്തുക ഒരു ആക്ഷേപ ഇട്ട് എന്തും കാര്യമില്ലല്ലോ. ഹബീബായ മുത്തുനബി തങ്ക പഠിപ്പാട്ട് എനിക്കെത്ത കുടുംബ ജീവിതത്തെ പോലെ ഒപ്പാക്കിടങ്ങണാവണോ. ഹബീബായ മുത്തുനബി തങ്ക ചെന്നെനിക്കെത്ത റൂട്ടുണ്ടങ്ങടക്കിടങ്ങാവണോ. ഇണ്ട് നിങ്ങൾ നോക്കൊരു നന്റെ മങ്ങിലത്തുക്ക് പിടിച്ചിട്ടില്ല ചൊല്ലുടെ പേരില്, നന്റെ ഫംഗ്ഷനുക്ക് പിടിച്ചിട്ടില്ല ചൊല്ലുടെ പേരില് എത്ര ആളുമാരാണ് കുടുംബ ബന്ധം കുറിച്ചോണ്ടില്ലേ. അങ്ങനെ കുറിച്ചിട്ട് സൂറത്തുൽ ബഖറ 27-ാമത്തെ ആയത്തിൽ ചൊന്നില്ലേ, വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യുസല വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങ് പരാജയപ്പെട്ടു പോയങ്ങ. റായത്തിൽ നല്ലതായതുകൊണ്ട് കാര്യമില്ല, കുടുംബ ജീവിതത്തെ നല്ലവനായിട്ട് വേണുല. നിങ്ങൾ നോക്കൊരു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നില്ലേ, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായ ആളുമാരാരുണ്ടാ. അങ്ങ് കുടുംബത്തിൽ നല്ല നിലക്ക് ജീവിക്കിടാറ്. അങ്ങ് കുടുംബത്തിൽ എന്തേ വിഷയം പറട്ടെ എല്ലാത്തും അങ്ങ് മുന്നൂല് പണ്ടാറ്. അങ്ങ് ഖൈറിട്ട് മുത്തുനബി തങ്ങ ചൊന്നില്ലേ, മുത്തുനബി തങ്ങ രണ്ടാമതും ചൊല്ലുല്ലടാ, വഅന ഖൈറുക്കും ലി അഹ്ലി. നന്റെ അഹ്ലിക്ക് നാണ് ഖൈറായ ആള് നബി തങ്ങ ചൊന്തൻ നിന്നെങ്ക. മുഅ്മിനീങ്ങളെ അല്ലാഹുടെ മുന്നോലു വലിയ സ്ഥാനം കിട്ടണ. എന്നാൽ കുടുംബത്തിൽ നല്ലവനായിട്ട് ജീവിക്കണുല. കുടുംബത്തിൽ നല്ലവനായിട്ട് ജീവിക്കാട്ട് എന്തും കാര്യമില്ല. ബുഖാരിയുടെ ഒരു ഹദീസ് എടുത്ത് നോക്കി അങ്ങ് കണ്ടില്ലേ, ഹബീബായ തൊങ്ങു വഹിയിറങ്ങിയ ടൈമിലോ ഹബീബായ തൊങ്ങ് ചൊല്ലുല്ലേ, ഏതെങ്കിലും നീനൊരു പുതപ്പ് വന്നിടണോ, ഏതെങ്കിലും ഒരു സാധനം വന്നിടണോ ചെന്നപ്പ ഖദീജ ബീവി ചെന്നൊരു പലക്കയില്ലേ. പുല്ലും നാട് വിശദീകരിക്കുകൊണ്ടില്ല. ഖദീജ ബീവി ചെന്നൊരു പലക്ക ഉണ്ടോ? കല്ല വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. നബിയേ നിക പരാജയപ്പെട്ട ആളല്ല നബിയേ, നിക തോറ്റുപോയ ആളല്ല നബിയേ. ഇന്നക ലതസിലുർ റഹിബാ. തങ്ങ കുടുംബം വന്ന് ചേർക്കുന്ന ആളല്ല നബിയേ. തങ്ങ കുടുംബത്തിൽ എപ്പോഴും ടച്ചുള്ള ആളല്ല നബിയേ. നിങ്ങൾക്കൊന്നും പേടിക്കുന്ന ആവശ്യമില്ല. ഖദീജ ബീവി ചെന്നിന്നെങ്ക ഈ ഹദീസിലിട മനസ്സിലാക്കുകയില്ലേ, നബി തങ്ങ അത്രയും വല്ല സ്ഥാനന്നിട്ട് ഔത്തുൽ പെഞ്ഞായിമാരുട്ടിക നല്ല നിരക്കാണ് മുത്തുനബി തങ്ങ ജീവിച്ചോ. ഇന്ന് ആയിഷ ബീബി കുടിച്ചെടുക്കത്തെ ഗ്ലാസ് എടുത്ത് മുത്തുനബി തങ്ങ കുടിച്ചോ. ഇന്ന് മുഅ്മിനീകളെ നോക്കൊരുണിക അത്രയും ഹബീബായ തങ്ങക്ക് സ്ഥാനം കിട്ടിട്ട് തങ്ങ എല്ലാത്തും ക്ലിയർ ആയിട്ടാണ് ഹബീബായ തങ്ങ ഇന്ന്. അങ്ങനെ എല്ലാ വിഷയത്തിലും മുന്നലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇന്ന്. നിങ്ങൾ നോക്കൊരു മുഅ്മിനീങ്ങളെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചൊല്ലുമ്പോ ആയിഷ ബീബി ഒരു ചൂടുലിക്കര ടൈമിലോ ഒരു ഉമ്മ വന്ന് ഗ്ലാസ്സിലതാ പായസം കൊടുത്തപ്പ ആയിഷ ഉമ്മ ചൂടുലിങ്ങനെ അതിന് കീഴിട്ട് പോണ്ടോ. അതാ ആയിഷ ബീബി ഇങ്ങനെ കീഴിട്ട് പോണ്ടോ. അങ്ങനെ നബി തങ്ങ അതാ ആ പെണ്ണിനൊട്ടിക്ക് ചൊല്ലോ, ഹാരത്ത് ഉമ്മുക്കും ആയിഷ ഉമ്മ ചൂടുലുണ്ടോ, നീ ഒന്ന് പോയിക ചെന്നപ്പ ആ പെണ്ണിങ്ങ പോയപ്പ മുത്തു നബി തങ്ങ നോക്കുറുവണിക എന്തൊരു അത്രയും സ്ഥാനം നിന്നിട്ട് നബി തങ്ങളെ സ്വഭാവണിക നോക്കാറാ. മുത്തുനബി തങ്ങളെ കുടുംബ ബന്ധത്തെ യോജിപ്പണിക നോക്കാറാ. ആ 3 മണിക്കത്തെ ഗ്ലാസ് എടുത്തിട്ട് ഹബീബായ തങ്ങ എടുത്തിട്ടതാ എല്ലാം ക്ലീൻ ആക്കി വെച്ചോണ്ടിന്ന്. അങ്ങനെ പെഞ്ഞായിമാരുട്ടിക അതാ ടൈമുക സ്പെൻഡ് ആക്കുക മാത്ര ഒരു 4 ഹബീബായ തങ്ങ പെണ്ണുകളുട്ടി അതായത് പെഞ്ഞായിമാരുട്ടിക ടൈമുക സ്പെൻഡ് ആക്കുക ടൈമുകതാ കണ്ടോ ഇന്ത് എത്ര ചൊന്നുണ്ട് പലക്കത്തിന് പാട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.